പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന പരിശുദ്ധ റുഹായുടെ നാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും ഇന്നും നാം ചൊരിയപ്പെടുമാറാകട്ടെ. ആമീൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനങ്ങൾക്ക് കാതുറക്കുവാൻ ദൈവം നൽകുന്ന ഈ വലിയ സമയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മൾ ബൈബിൾ മുഴുവനും ആരാണ് ദൈവമെന്നാണ് പ്രസ്താവിക്കുന്നത്. ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുന്ന, നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ ആരാധിക്കുകയും ചെയ്യുന്ന ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ ആരാണ് ദൈവമെന്നാണ് മുഴുവനുമായി പറഞ്ഞു വയ്ക്കുന്നത്. ഒരുപക്ഷെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവൻ്റെ ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടോ അവൻ്റെ കഷ്ടതകളോ ഒന്നുമല്ല. ദൈവം ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു നഷ്ടം എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവർ, ബൈബിൾ മുഴുവനും പറയാൻ ശ്രമിക്കുന്നത് ആരാണ് നിൻ്റെ ദൈവം, ആരാണ് നിൻ്റെ പിതാവ്, നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്, അവൻ നിന്നെ സ്നേഹിക്കുന്നവനാണോ, അവൻ നിന്നെ കരുതുന്നവനാണോ, അവനെക്കൊണ്ട് നിനക്ക് എന്താണ് പ്രയോജനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബൈബിളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അനേക ബന്ധങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് പഴയ നിയമത്തിൽ ദൈവം അദൃശ്യനായി നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നത്. മോശ മുൾപ്പടർപ്പിൽ ഒരു തീ പോലെയാണ് ദൈവത്തെ കാണുന്നത്. ദൈവത്തെ നേരിട്ട് അവൻ കാണുന്നില്ല. അബ്രഹാം പിതാവ് ഒരു സ്വരമായിട്ട് ആണ് ദൈവത്തെ കാണുന്നത്. ശബ്ദത്തിലൂടെയാണ് ദൈവത്തെ അവൻ തിരിച്ചറിയുന്നത്. പഴയ നിയമത്തിൽ ആരും തന്നെ ദൈവത്തെ കണ്ടതായിട്ട് പറയുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ തൻ്റെ പുത്രനെ അയച്ചുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, ഇതാ ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ കണ്ടവർ ദൈവത്തെ കണ്ടിരിക്കുന്നു. നമ്മുടെ കുഞ്ഞ് നമ്മുടെ രൂപസാദൃശ്യത്തിലാണല്ലോ ജനിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ രൂപസാദൃശ്യമുള്ളവനാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് നമ്മെപ്പോലെ നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ദൈവം എങ്ങനെയാണ് ഇരിക്കുന്നത് വെച്ചാൽ നമ്മളെപ്പോലെ തന്നെയാണ് നമ്മുടെ ദൈവവും ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ദൈവം, നമ്മുടെ അപ്പനായ ദൈവം, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പിതാവായ ദൈവം നമുക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഒത്തിരി വാഗ്ദാനങ്ങളാണ്. ഈ പുസ്തകം മുഴുവൻ, ബൈബിൾ മുഴുവൻ അനേക വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലൊരു വാഗ്ദാനമാണ് അബ്രഹാം പിതാവിനോട് പറഞ്ഞു, നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകുക, നിന്നെ ഞാനൊരു അനുഗ്രഹമാക്കും, നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും. വലിയൊരു വാഗ്ദാനമാണ്. പ്രിയമുള്ളവർ, പിന്നീട് നമുക്ക് കാണുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന വലിയൊരു ജനവിഭാഗം, ദൈവത്തിൻ്റെ വാഗ്ദത്ത ജനം ഇസ്രായേൽ എന്ന് പറയുന്ന വലിയൊരു ജനത രൂപപ്പെട്ടത് അബ്രഹാമിൽ നിന്നാണ്. ആ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുകയാണ്. അപ്പോൾ അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം പൂർത്തീകരിക്കപ്പെട്ടു. ഇതുപോലെ തന്നെ പ്രിയമുള്ളവർ, നമുക്കും ദൈവം ഒത്തിരി വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. ഈ വാഗ്ദാനങ്ങൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. നമ്മൾ പലപ്പോഴും സങ്കടത്തിലും നിരാശയിലും ഉത്കണ്ഠയിലും നാളെയെപ്പറ്റിയുള്ള ആകുലതകളിലും പെട്ട് അലയുമ്പോൾ പ്രിയമുള്ളവർ, ഈ ബൈബിളിൽ ദൈവം നമ്മോട് എത്രയധികമായ വാഗ്ദാനങ്ങളാണ് നൽകുന്നത്. പ്രത്യാശ നൽകുന്നതായ, ശുഭകരമായ ഭാവി നൽകുന്നതായ വലിയ വാഗ്ദാനങ്ങൾ നമുക്ക് ഈ ബൈബിളിൽ നൽകുന്നുണ്ട്. 1-2 വാഗ്ദാനങ്ങളിലൂടെ സമയക്രമീകരണം അനുസരിച്ച് ചിന്തിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 41-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചന ഭാഗത്ത് ദൈവം പറയുന്ന ഒരു വാഗ്ദാനം ഇപ്രകാരമാണ്. അവിടെ ഇപ്രകാരമായി പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. കണ്ടോ, വലിയൊരു പ്രത്യാശയാണ്. നിരാശയിൽ പെട്ടുപോയ ജനത്തിന് പറയുകയാണ്, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ താങ്ങി നിർത്തും, ഞാൻ നിനക്ക് ശക്തി നൽകും, നിന്നെ തല താഴാത്ത വണ്ണം ഉയർത്തിപ്പിടിക്കുവാൻ ഞാൻ പ്രാപ്തമാക്കും എന്ന് പറയുകയാണ്. വലിയ വാഗ്ദാനമാണ് അവിടെ നൽകും. പ്രത്യാശയുടെ വചനം ദൈവം പകരുകയാണ്. പ്രിയമുള്ളവർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് മാരകമായ മഹാസർപ്പങ്ങൾ ഇസ്രായേൽ ജനത്തെ പ്രഹരമേൽപ്പിക്കുകയാണ്. അവർ കുതികാലിൽ കടിക്കുകയാണ്. ആ വിഷമേറ്റ ജനം മരണവെപ്രാളത്തിൽ തങ്ങൾ മരിക്കുമെന്നുള്ള ഭയത്തിൽ ആകുല ചിത്തരായിട്ട് നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് മോശ ദൈവത്തിന് മുമ്പാകെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ മരുഭൂമിയിൽ സഹായത്തിന് ആരുമില്ലാത്ത അവസ്ഥയിൽ ഈ ജനം
തൻ്റെ ജീവന് വേണ്ടി കരഞ്ഞു നിലവിളിക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ മരുഭൂമിയിൽ ഞങ്ങൾ എവിടെയാണ് അഭയം പ്രാപിക്കേണ്ടത്? ദൈവം പറഞ്ഞു, നീ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കുക. സർപ്പം ദംശനമേറ്റവർ പിച്ചള സർപ്പത്തിലേക്ക് നോക്കുമ്പോൾ അവർ ജീവൻ പ്രാപിക്കും. പ്രിയമുള്ളവരെ, ഈ വലിയ വാഗ്ദാനം ഇതാ മോശയ്ക്ക് ദൈവം കൊടുക്കുകയാണ്. മോശ പെട്ടെന്ന് തന്നെ പിച്ചള കൊണ്ട് സർപ്പത്തെ ഉണ്ടാക്കുന്നു. അത് ഒരു കോലിൽ കെട്ടി അവൻ ഉയർത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് ഇസ്രായേൽ ജനത്തോടെ വിളിച്ചു പറഞ്ഞു, ഇത് സർപ്പദംശനമേറ്റ ജീവിക്കണമെന്ന ആഗ്രഹമുള്ള, മരണത്തിലേക്ക് അടിമപ്പെട്ടു പോകാതിരിക്കുവാൻ ആഗ്രഹമുള്ളവർ ഈ പിച്ചള സർപ്പത്തിലേക്ക് വിശ്വാസത്തോടെ നോക്കുക, അവർ ജീവൻ പ്രാപിക്കും. ഇതാണ് മോശ പറഞ്ഞത്. ദൈവം പറഞ്ഞ അനുസരിച്ച് മോശ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? വിശ്വസിച്ചവർ മാത്രമാണ് ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയത്. ദൈവം പറഞ്ഞ ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ച ഇസ്രായേൽ ജനം മാത്രമാണ് ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയത്. നോക്കിയവരെല്ലാവരും ജീവൻ പ്രാപിച്ചു, രക്ഷപ്പെട്ടു. നോക്കിയവരെല്ലാം ആ സർപ്പവിഷത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ച് വീണ്ടും മുന്നോട്ട് ജീവിച്ചു. പക്ഷേ മറ്റു ചിലർ അവർക്ക് ലോകം നൽകിയ ചില ബുദ്ധിയിൽ ആശ്രയിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ടാകും, ഈ മരുഭൂമിയിൽ ഈ പിച്ചള സർപ്പം നോക്കിയത് കൊണ്ട് എന്താണ് കാര്യം? എത്രയും പെട്ടെന്ന് ഒരു വൈദ്യനെ കണ്ടെത്തണം, അല്ലെങ്കിൽ മരുന്ന് വെച്ച് കെട്ടണം. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ആ ട്രീറ്റ്മെൻറ്റ് രീതികളൊക്കെ ചെയ്തിരിക്കുമ്പോൾ ഒരുപക്ഷെ പാമ്പ് കടിച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ആ പാമ്പ് കടിച്ചതിൻ്റെ മുകളിൽ തുണി വലിച്ചു മുറുക്കി കെട്ടും. സാധിക്കുമെങ്കിൽ അതിൽ നിന്ന് രക്തം എടുത്ത് കളയാനായിട്ട് ശ്രമിക്കും. എത്രയും പെട്ടെന്ന് ഒരു വൈദ്യശാലയിൽ എത്തിച്ചേരുവാൻ നമ്മൾ ആഗ്രഹിക്കും. എന്നാൽ മോശ ഇവിടെ പറയുകയാണ്, മനുഷ്യബുദ്ധിക്ക് അപ്പുറമായൊരു കാര്യമാണ് മോശ പറയുന്നത്. മോശ പറയുന്നത് എന്താണ്? നിങ്ങളുടെ മുറിവിൻ സർപ്പദംശനമേറ്റതിൻ്റെ മുറിവിൻ്റെ മുകളിൽ നിങ്ങൾ തുണി വലിച്ച് കെട്ടേണ്ട കാര്യമില്ല. ആ രക്തം നിങ്ങൾ വലിച്ചു കളയേണ്ട, വിഷം പുറത്തേക്ക് കളയാൻ നിങ്ങൾ നോക്കണ്ട. വിഷം അവിടെ തന്നെ ഇരുന്നോട്ടെ. ഒരു കാര്യം ചെയ്താൽ വിശ്വാസത്തോടു കൂടി ഈ പിച്ചള സർപ്പത്തിലേക്ക് നോക്കാൻ നിനക്ക് സാധിക്കുമോ? അങ്ങനെ സാധിക്കുമെങ്കിൽ നിനക്ക് ജീവനുണ്ടാകും. പ്രിയമുള്ളവർ, മനുഷ്യ സങ്കല്പങ്ങൾക്ക് അപ്പുറമായ ഒന്നിനെയാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത്. ഈ ദൈവവിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ആകുലതകളും ഉത്കണ്ഠകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം നന്മയ്ക്കായിട്ട് ദൈവം പരിണമിക്കുന്നു എന്നും വിശ്വസിക്കാൻ പോലും നമുക്ക് സാധിക്കാതെ വണ്ണം നമ്മുടെ മനസ്സ് ഈ ലോകത്തിൻ്റെ ദേവൻ ഞെരുക്കിക്കളഞ്ഞ് എങ്ങനെയും ജീവിതം അവസാനിപ്പിച്ചാൽ മതി, എനിക്കിനി മുന്നോട്ട് ജീവിക്കേണ്ടെന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ ഞെരുക്കിക്കളയും. ദൈവവിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഏറ്റവും സങ്കടകരമായ കാര്യം, കാനാൻ നാട്ടിലേക്ക് പ്രവേശിച്ച ഇസ്രായേൽ ജനങ്ങളിൽ പ്രായപൂർത്തിയായവരുടെ എണ്ണം 2ആണ്, യോശുവയും കാലേബും. മറ്റാരും ഇത് വാഗ്ദത്ത നാട്ടിൽ കാല് കുത്തിയതായിട്ട് ബൈബിൾ പറയുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഈ 2 പേർക്ക് മാത്രമാണ് ദൈവത്തിലുള്ള വിശ്വാസമുണ്ടായിരുന്നത്. എരിഹോ എന്ന് പറയുന്ന ആ വലിയ പട്ടണം, ആർക്കും തകർക്കാൻ പറ്റില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആ പട്ടണത്തെ ഒറ്റുനോക്കുവാൻ മോശ ഗണമായി 2 പേർ അടങ്ങുന്ന ഗണമായി ഇസ്രായേൽക്കാരെ പറഞ്ഞയച്ചു. എല്ലാ ഗണങ്ങളും വന്ന് പറഞ്ഞു, നമുക്കവരെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. അവരുടെ കോട്ടയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ തന്നെയും നമുക്ക് കണ്ടാൽ തലയിറങ്ങുന്ന വിധത്തിൽ അത്ര ഭീഭത്സമായ ഒന്നാണ്. അതിനെ മതിൽ തകർത്തിട്ട് വേണമല്ലോ അകത്ത് കയറി അവരെ വധിക്കുവാൻ. അതിന് പോലും നമുക്ക് സാധിക്കില്ല. ആ മതിൽ കോട്ടയുടെ അപ്പുറം കടക്കുക എന്ന് പറയുന്നത് അപ്രാപ്യമായ കാര്യമാണെന്ന് പറയുകയാണ്. എന്നാൽ യോശുവയും കാലേബും അവർ വന്നിട്ട് മോശയോട് പറഞ്ഞു, തീർച്ചയായിട്ടും നമ്മൾ ആരാധിക്കുന്ന സത്യദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നമുക്ക് അവിടെ വിജയം നൽകും. അവർ പറഞ്ഞു, അവരുടെ വിശ്വാസം. മറ്റെല്ലാവരും പറഞ്ഞു സാധിക്കില്ല. പ്രിയമുള്ളവർ, മോശ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ നടത്തുകയാണ്. അവർ ആ വാക്ക് തിരസ്കരിക്കുകയാണ്. യോശുവയും കാലേബും പറഞ്ഞ ഇത് മനുഷ്യബുദ്ധിക്ക് പ്രാപ്യമല്ലാത്ത കാര്യം കേൾക്കുവാൻ വിശ്വസിക്കുവാൻ ആർക്കും സാധിച്ചില്ല. പിന്നീട് എന്താ സംഭവിച്ചത്? ഈ എരിഹോ കോട്ട തകർക്കുവാൻ ഇത് ആ മതിലിന് ചുറ്റും വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഹല്ലേലൂയ ഗാനങ്ങൾ പാടിക്കൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ഇതാ എല്ലാ ദൈവങ്ങളെക്കാളും വലിയത് എൻ്റെ സർവശക്തനായ ദൈവമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, എരിഹോ കോട്ടയുടെ അകത്ത് താമസിക്കുന്നവരെ, എരിഹോ നിവാസികളെ, നിങ്ങൾ നിർമ്മിച്ച ഈ കോട്ടകളെ തകർക്കുവാൻ ഞങ്ങളുടെ ഒരു ആയുധം പോലും വേണ്ട, ഞങ്ങളുടെ സ്തോത്രസ്തുതികൾ മതി, ഞങ്ങളുടെ ആരാധനകൾ മതി എന്ന് പറഞ്ഞ് ഇതാ അവർ 7 ദിവസം 7-ാം പ്രാവശ്യം നടന്നപ്പോൾ കോട്ടമതിൽ പൂർണ്ണമായും തകർന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. പ്രിയമുള്ളവരെ,
കോട്ടമതിൽ തകർന്നപ്പോഴാണ് പല ഇസ്രായേൽക്കാർക്കും ഇത് വിശ്വാസമായത്. പലരും നമ്മളെപ്പോലെ ചിന്തിച്ചിട്ടുണ്ടാവുക, മോശയ്ക്ക് വട്ടാണ്, ഈ വെറുതെ ഒരു ഇടയ്ക്ക് പോകുന്ന വഴിക്ക് ഇതാ കമ്പിപ്പാര കൊണ്ട് ഒരു കുത്തെങ്കിലും കുത്തിയെങ്കിൽ ഈ കോട്ടയിലിപ്പോൾ മതിൽ ഒരുപക്ഷം ഇടിഞ്ഞു വീണേക്കാം, അതല്ലാതെ വെറുതെ പാട്ടുപാടി സ്തുതിച്ച് ആരാധിച്ച് ഈ കോട്ടയ്ക്ക് ചുറ്റും നടന്നതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ് എന്ന് ഒരു പക്ഷേ അവർ ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ 7-ാം ദിവസം ആ കോട്ടമതിൽ ഇടിഞ്ഞു വീണപ്പോഴാണ് ഇസ്രായേൽക്കാർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായത്. ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട്, സ്തുതിക്കുന്നത് കൊണ്ട് ശത്രുക്കളുടെ മേൽ പോലും വിജയം വരിക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് അവർ വിശ്വസിക്കാനുള്ള കാരണം. പ്രിയമുള്ളവർ, ഏലിയ പ്രവാചകൻ അവൻ ആകാശത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇനി ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ ഇവിടെ മഴയോ മഞ്ഞോ പെയ്യുകയില്ല. വലിയ വിശ്വാസത്തിൻ്റെ വചനമാണ്. അങ്ങനെ ഒരാൾക്ക് പറയാൻ സാധിക്കണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ എത്രത്തോളം ദൈവവിശ്വാസം ഉണ്ടായിരിക്കണം. ദൈവവിശ്വാസം, പ്രിയമുള്ളവർ, ദൈവവിശ്വാസവും ദൈവസ്നേഹവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. സ്നേഹമുണ്ടെങ്കിലേ അവിടെ വിശ്വാസത്തിന് സ്ഥാനമുള്ളൂ. നമുക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞ് ഈ ഒരു സങ്കടം വരുമ്പോൾ, ഒരു സന്തോഷം വരുമ്പോഴൊക്കെ അവൻ ഓടി വരുന്നത് അവൻ്റെ അപ്പൻ്റെയും അമ്മയുടെ അടുത്തിലേക്കാണ്. കാരണം എന്താണ്? അല്ലെങ്കിൽ ഒരു വിഷമഘട്ടം വരുമ്പോൾ അവൻ ഓടി വരുന്നത്, പ്രിയമുള്ളവരെ, അമ്മയുടെ അടുത്തേക്കാണ്. കാരണം എന്താണ്? അവർ തമ്മിൽ അഗാധമായ ഒരു സ്നേഹബന്ധമുണ്ട്. ആ സ്നേഹബന്ധം എന്നെ ഒരിക്കലും കൈവിടില്ല എന്നുള്ള ഒരു സ്നേഹബന്ധം, ആ സ്നേഹബന്ധം വർദ്ധിച്ചാണ് വിശ്വാസത്തിലേക്ക് എത്തുന്നത്. ഏലിയാ പ്രവാചകൻ്റെ ഉള്ളിലും ദൈവത്തോടുള്ള സ്നേഹബന്ധം വർദ്ധിച്ച് അവൻ പറയുന്നത് മുഴുവനും ദൈവം കേൾക്കുമെന്നുള്ള ബോധ്യത്തിലാണ് അവൻ പറയുന്നത്. ഇനി മഴ പെയ്യില്ല. ആർക്ക് പറയാൻ സാധിക്കും? ദൈവത്തെ വിശ്വസിക്കാത്തവരെ, ദൈവനിഷേധികളായവരെ, ഇതാ ഇനി ദൈവത്തെ ആരാധിക്കാത്തത് കൊണ്ട് ഇനി ഞാൻ പറയുന്നത് വരെ ഇനി മഴ പെയ്യില്ല എന്ന് പറയുവാൻ ആരെക്കൊണ്ട് സാധിക്കും? ദൈവസ്നേഹമുള്ള, ദൈവവിശ്വാസമുള്ളവർക്ക് മാത്രമേ അത്രയും തീക്ഷ്ണമായ ഒരു കാര്യം പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പറഞ്ഞതിപ്പോൾ എന്ത് സംഭവിച്ചു? ഇതാ മഴ പെയ്യാതെയായി, മഞ്ഞ് വീഴാതെയായി, വേനൽ കൊണ്ട് ആ നാട് മുഴുവനും വറ്റുവരളവാനായി തുടങ്ങി. ബൈബിൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് 3 ദിവസമായ അഴുകിയ ലാസറിനെ ഇതാ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ബൈബിളിൽ ഏറ്റവും ആദ്യമായിട്ട് മരിച്ച ഒരാളെ ഉയർപ്പിക്കുന്നത് അത് ഏലിയ പ്രവാചകനാണ്. വിധവയുടെ മകൻ അവൻ മരിച്ചപ്പോൾ വിധവ വന്ന് മേൽത്തട്ടിൽ താമസിക്കുന്ന ഏലിയാവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നീ ഒരു ദൈവപുരുഷനല്ലേ, നിന്നെ സ്വീകരിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന സമ്മാനത്തെ നീ കണ്ടോ? എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. നിന്നെ സ്വീകരിച്ചതുകൊണ്ട്, നിന്നെ ഇവിടെ താമസിപ്പിച്ചതുകൊണ്ട്, നിനക്ക് അപ്പം ചുട്ട് തന്നതുകൊണ്ട്, നിന്നെ വയറ് നിറച്ചതുകൊണ്ട് എനിക്കെന്താണ് പ്രയോജനമുണ്ടായത്? എനിക്ക് നഷ്ടം മാത്രമല്ലേ സംഭവിക്കുന്നത്? ഏലിയ പ്രവാചകൻ്റെ ചങ്ക് കലങ്ങി. അവൻ താഴെ വന്ന് ആ മരിച്ച ആ മൃതശരീരം തൻ്റെ കൈകളിലെടുത്തുകൊണ്ട് അവൻ താമസിക്കുന്ന മുറിയിലേക്ക് പടവുകൾ കയറി വന്നു. തൻ്റെ കിടക്കയിൽ ആ മൃതശരീരം കിടത്തി ദൈവത്തിന് മുമ്പാകെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങയുടെ പ്രവാചകനെ എന്നെ കൈക്കൊണ്ടതുകൊണ്ട് ഈ വിധവയുടെ മകൻ ഏകയാശ്രയം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിന്നോടുള്ള വിശ്വാസം ഈ കുടുംബത്തിന് ഇതുമൂലം നഷ്ടപ്പെടുവാൻ സാധ്യതകളേറെയാണ്. അതുകൊണ്ട് നീ ഇടപെടണം. ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ച് ഈ മൃതനായ ഈ മകൻ്റെ മേൽ കിടന്നു എഴുന്നേറ്റു. അങ്ങനെ 3 പ്രാവശ്യം കിടന്നെഴുന്നേറ്റു. 3-ാം പ്രാവശ്യം ഏലിയ പ്രവാചകൻ മകൻ്റെ മേൽ കിടന്ന് അവനെ വാരിപ്പുണർന്ന് എഴുന്നേൽക്കുമ്പോൾ ജീവൻ പ്രാപിച്ച് ഈ മകൻ അവനോടൊപ്പം തന്നെ എഴുന്നേറ്റ് വന്നു. വിധവയ്ക്ക് വിശ്വാസമായി. വിധവയുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പാടില്ലാത്തവണ്ണം വലിയ ഒരു അത്ഭുതം സംഭവിച്ചു. തന്നെ മരണപ്പെട്ടു പോയ മകൻ തിരികെ വന്നു. ഏലിയ പ്രവാചകൻ്റെ ആ പ്രവൃത്തി മൂലം, ഏലിയ പ്രവാചകൻ്റെ വിശ്വാസം മൂലം ഇതാ ആ വിധവ ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് സാധിച്ചു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യം, ഞാനാണ് നിൻ്റെ ദൈവം. ഇതിൽ വിശ്വസിക്കണം പ്രിയമുള്ളവരെ. നമ്മൾ പലപ്പോഴും ആശ്രയം തേടിക്കൊണ്ട് മറ്റ് പലയിടങ്ങളിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഇതാ ധൂർത്തനായ പുത്രൻ സന്തോഷം കണ്ടെത്തുവാൻ അവൻ നടന്ന സ്ഥലങ്ങൾ അനേകമാണ്. തൻ്റെ കൂട്ടുകാരോടൊപ്പം അവൻ സന്തോഷം തേടിയാണ് അപ്പൻ്റെ അടുക്കൽ നിന്ന് യാത്രയാവുന്നത്. അവൻ അറിഞ്ഞിരുന്നില്ല ഈ അപ്പൻ്റെ കൂടെ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് ധൂർത്തനായ പുത്രൻ അറിഞ്ഞിരുന്നില്ല. അവന് വിശ്വസിച്ചത് എന്താണ്? എൻ്റെ ആനന്ദമെന്ന് പറഞ്ഞാൽ അത് കൂട്ടുകാരോടൊപ്പമുള്ള ആനന്ദമാണ്. എൻ്റെ ആനന്ദമെന്ന് പറഞ്ഞാൽ അത് മദ്യലഹരിയാണ്.
എൻ്റെ ആനന്ദം എന്ന് പറഞ്ഞാൽ അത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴാണ് എൻ്റെ ആനന്ദം. എൻ്റെ ആനന്ദം എന്ന് പറഞ്ഞാൽ ഇതാ മറ്റുള്ള പാവങ്ങളിൽ ജീവിക്കുന്നതാണ് എൻ്റെ ആനന്ദം. ഇതാണ് നമ്മുടെ പലപ്പോഴുമുള്ള ചിന്ത. അല്ലെങ്കിൽ മറ്റു ദൈവങ്ങളാണ് എൻ്റെ ദൈവത്തെക്കാളും വലിയ ശക്തമാൻ എന്നെല്ലാം വിശ്വസിച്ച് അന്ധവിശ്വാസത്തിലേക്ക് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദൂർത്തനായ പുത്രൻ ഇങ്ങനെ സന്തോഷം തേടിക്കൊണ്ട് അവൻ യാത്ര തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവസാനം അവൻ നശിച്ച് അവൻ്റെ സമ്പത്ത് തീർന്ന് അവൻ പന്നിക്കൂട്ടിൽ കിടന്ന് പന്നിക്ക് സമാനമായി, പന്നിയേക്കാളും നികൃഷ്ടനായി, പന്നിക്ക് കിട്ടുന്ന ആഹാരം പോലെയും കിട്ടാത്ത അവസ്ഥയിലേക്ക് അവൻ മാറ്റപ്പെട്ടപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു അപ്പൻ്റെ കൂടെയുള്ള ആ ജീവിതമായിരുന്നു യഥാർത്ഥ സന്തോഷത്തിൻ്റെ ജീവിതം. ആ ജീവിതമായിരുന്നു യഥാർത്ഥ സന്തോഷത്തിൻ്റെ ജീവിതമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ മടങ്ങി അവൻ അപ്പൻ്റെ അടുക്കിലേക്ക് തിരികെ വന്നു. അപ്പൻ്റെ അടുക്കിലേക്ക് തിരികെ വന്നപ്പോൾ പ്രിയമുള്ളവരെ, സാധാരണ ലോകബുദ്ധിയിൽ ചിന്തിച്ചാൽ തൻ്റെ അവകാശം വെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ തൻ്റെ അവകാശം അപ്പൻ്റെ അടുക്കൽ നിന്ന് കരസ്ഥമാക്കി നശിപ്പിച്ച ഒരു മകൻ തിരിച്ചു വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കും? അവൻ ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ നാം കടകടച്ച് അവന് പുറന്തള്ളും. എന്നിട്ട് പറയും, എനിക്ക് ഇങ്ങനെയൊരു മകനില്ല, ഇങ്ങനെയൊരു മകനില്ല. മാനുഷിക ബുദ്ധിയിൽ നമ്മൾ ഒരുപക്ഷെ ചെയ്യാൻ സാധ്യതയുള്ള കാര്യം അതാണ്. എന്നാൽ സ്വർഗത്തിലെ അപ്പനായ ദൈവം പറഞ്ഞു, ഇതാ നഷ്ടപ്പെട്ടു പോയ മകൻ അവൻ അനുദപിച്ച് തിരിച്ചു വരുമ്പോൾ ഞാൻ അവനെ സ്വീകരിക്കും, ഞാൻ അവനെ മോതിരം അണിയിക്കും. ആദ്യം അപ്പൻ ചെയ്തത് എന്താണ്? അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ മോതിരം തിരികെ അവനെ അണിയിച്ചു. എന്താണത് അർത്ഥമാക്കുന്നത്? പ്രിയമുള്ളവരെ, അവൻ്റെ അവകാശം, ഈ അപ്പൻ്റെ മകനെന്ന സ്ഥാനം അവന് തിരിച്ചു കിട്ടുകയാണ്. അവകാശം വാങ്ങി സന്തോഷം നേടി പോയപ്പോൾ അവൻ നഷ്ടപ്പെടുത്തിയ ഈ അപ്പൻ്റെ മകനെന്ന സ്ഥാനം അപ്പൻ വീണ്ടും തിരികെ കൊടുക്കുകയാണ്. കുമ്പസാരം എന്ന വലിയ കൂദാശയിൽ സംഭവിക്കുന്ന അതാണ്. പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ അപ്പൻ്റെ മകനായി ജീവിക്കുവാൻ സാധ്യമല്ലാത്ത അവസ്ഥയിൽ നമ്മൾ വിശുദ്ധ കുമ്പസാരത്തിൽ കണ്ണുനീരോടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമുക്ക് വീണ്ടും ലഭിക്കപ്പെടുന്നത് പുത്രസ്വീകാര്യമാണ്. പുത്രൻ എന്ന സ്ഥാനം നമുക്ക് ലഭിക്കപ്പെടുകയാണ്. വിശുദ്ധ മാമോദീസ എന്ന് പറയുന്ന കൂദാശ അത് പുത്രസ്വീകാര്യത്തിൻ്റെ നൽവരത്തിൻ്റെ കൂദാശയാണ്. വിശുദ്ധ മാമോദീസായിലൂടെ, വിശുദ്ധ മൂറോൻ അഭിഷേകത്തിലൂടെ നമ്മൾ പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ മകൾ എന്ന സ്ഥാനം പാപം ചെയ്യുന്നതിലൂടെ നഷ്ടപ്പെടുകയും അത് വിശുദ്ധ കുമ്പസാരത്തിലൂടെ വീണ്ടും തിരികെ ലഭിക്കുകയും ചെയ്യുകയാണ്, വീണ്ടും പുതുക്കപ്പെടുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവർ, അങ്ങനെ വീണ്ടും ഈ അപ്പൻ്റെ മകൾ എന്ന സ്ഥാനത്തിലേക്ക് വീണ്ടും ഒരു സ്ഥാനം നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ഈ മകനെ മോതിരം അണിയിച്ച് പൂർണ്ണ അവകാശം, അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞതിൻ്റെ കണക്ക് പോലും പറയാതെ, നീ ഇത്ര ശതമാനം പൈസ നഷ്ടപ്പെടുത്തി, അതുകൊണ്ട് ഇത്ര ഓഹരി മാത്രമേ നിനക്കുള്ളൂ, അങ്ങനെ ഒരു വചനമില്ല. മുഴുവനും നിനക്ക് തന്നെ, എല്ലാം നിനക്ക് തന്നെ, എല്ലാത്തിൻ്റെ അവകാശം നീ തന്നെയാണ്. നഷ്ടപ്പെടുത്തിയതിൻ്റെ കണക്കൊന്നും പറയാത്ത ഒരു അപ്പൻ. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ, പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കുർബാനയിൽ ഹോസോയ പ്രാർത്ഥനയിൽ ചൊല്ലുന്നുണ്ട്, ഇതാ പാപപരിഹാരം നൽകുന്നവൻ, തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ പാപങ്ങൾ ഇനി ഒരിക്കലും ഓർക്കാതിരിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവ്. അവൻ്റെ പാപങ്ങൾ ഒരിക്കലും ഓർക്കാതെ, നഷ്ടപ്പെടുത്തിയതിനെ, സമയത്തെ, കാലത്തെ, ജീവിതചര്യകളെ ഒന്നും ഓർക്കാത്ത കർത്താവ്. അങ്ങനെ മോതിരം അണിയിക്കപ്പെട്ട് വീണ്ടും ഇതാ ഈ തെറ്റിപ്പോയ മകൻ അപ്പൻ്റെ മകനായിട്ട് തിരികെ ചേരുകയാണ്. അവൻ്റെ പാദങ്ങളിൽ ചെരുപ്പണിയിച്ചു. അവന് നിലനിൽപ്പ് കൊടുത്തു. അതായത് പ്രിയമുള്ളവർ, ഇത് നഷ്ടപ്പെട്ടു പോയവന് വിചാരിച്ചത്, ഇനി എനിക്ക് സമ്പത്തില്ല, അവകാശങ്ങളില്ല, എനിക്കിനി ജീവിക്കാൻ വേണമെങ്കിൽ ഒരു അടിമയെപ്പോലെ എനിക്ക് ജീവിക്കാം. അവൻ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ധൂർത്തനായ പുത്രൻ തിരികെ വരുമ്പോൾ ഇതാ അപ്പൻ്റെ ഭവനത്തിലെ ഒരു കൂലിക്കാരനെ പോലെ ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവൻ വരുന്നത്. എന്നാൽ അവൻ്റെ അപ്പൻ അവനെ ഇതാ അവകാശമുള്ളവനാക്കി, കാലിൽ ചെരുപ്പുകളെ അണിയിച്ച് അധികാരമുള്ളവനാക്കി, അവൻ്റെ ജീവിക്കുവാൻ ആവശ്യമുള്ള സർവ്വസമ്പത്തും അവന് കൊടുക്കുകയാണ്. അവൻ്റെ അവകാശം വീണ്ടും അവന് പുനഃക്രമീകരിച്ച് കൊടുക്കുകയാണ്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ നമുക്കാവശ്യമായ സമ്പത്ത്, നമുക്കാവശ്യമായ സുഖസൗകര്യങ്ങൾ, നമുക്കാവശ്യമായ ഭവനം, നമുക്കാവശ്യമായതെല്ലാം തരുവാൻ ദൈവം പ്രാപ്തനാണ്. ഒന്ന് വിശ്വസിക്കുക. നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ആവശ്യമായ സകല അവകാശങ്ങളും നിനക്ക് തരുവാൻ ദൈവം പ്രാപ്തനാണ്. നീ തെറ്റിപ്പോയത് ഓർത്ത് കുറ്റബോധത്തിൽ ഇരിക്കേണ്ടവനല്ല ക്രിസ്ത്യാനി. നമ്മൾ പലപ്പോഴും കുറ്റബോധത്തിൽ ജീവിക്കുകയാണ്. കൽപ്പന ലംഘിച്ചു,
ഞാൻ പാപം ചെയ്തു, ഇനി എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല, ഞാൻ ഇനി വിശുദ്ധ കുർബാനയ്ക്ക് വന്നിട്ട് എന്താ കാര്യം, കുർബാന കണ്ടതുകൊണ്ട് എന്താ കാര്യം, എനിക്കിനി കുർബാന അനുഭവിക്കാൻ സാധിക്കുമോ? പ്രിയമുള്ളവരെ, കുറ്റബോധത്തിൽ ജീവിക്കേണ്ടവനല്ല ക്രിസ്ത്യാനി. തോമാശ്ലീഹ പറഞ്ഞു, അവൻ ഉയർത്തെഴുന്നേറ്റ് വന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എന്നെ കണ്ണുകൊണ്ട് കാണാതെ ഞാനത് വിശ്വസിക്കുകയില്ല. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു അവന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, തോമാ, എൻ്റെ അടുക്കിലേക്ക് വാ, എൻ്റെ മുറിവുകളേക്കൊന്ന് കണ്ടേ, ഇന്ന് എൻ്റെ വിലാപ്പുറത്ത് നിന്ന് കൈവച്ച് നോക്കിക്കേ. അവൻ മുട്ടുകുത്തി കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകൾ ധാരധാരയെ ഒഴുകി അവൻ കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ. ഈ ഒരൊറ്റ നിലവിളിയിൽ പ്രിയമുള്ളവരെ ഇതാ അവൻ്റെ കുറ്റബോധങ്ങളെ ദൈവം എടുത്തു മാറ്റുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുറ്റബോധത്തിൽ ജീവിച്ച് നഷ്ടപ്പെടുത്തേണ്ട ഒന്നല്ല നമ്മുടെ ജീവിതം. അവൻ്റെ പാദങ്ങളിൽ അവൻ്റെ അപ്പൻ ചെരുപ്പുകളെ അണിയിച്ചു, അവകാശം തിരികെ കൊടുത്തു. അതിനുശേഷം കൊഴുത്ത ഒരു കാളക്കുട്ടിയെ കൊന്ന് അതിന് വിരുന്നൊരുക്കി. പ്രിയമുള്ളവരെ, നമ്മളിത് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും എത്രയോ നിസ്സാരപ്പെട്ട കാര്യമാണ്. ഒരു വിരുന്ന് നടത്തുമ്പോൾ നമ്മളൊക്കെ കൊല്ലാറുണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ആ പഴയ നിയമ കാലഘട്ടത്തിൽ കൊഴുത്ത ഒരു കാളക്കുട്ടിയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ സമ്പത്തിനെ അളക്കുന്നത് ഇതാ മൃഗസമ്പത്ത് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ എത്രത്തോളം സ്ഥലങ്ങൾ ആസ്തി അവനുണ്ട് എന്ന് വെച്ചിട്ടാണ് അവൻ്റെ ഒരു വ്യക്തിയുടെ സമ്പത്തിനെ അളക്കുക. അവൻ്റെ സ്ഥാനങ്ങളെ ഒരു സമൂഹം വില കൊടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ വില അളക്കുന്ന അവൻ്റെ ഒരു ഓഹരി എടുത്ത് അതിനെ തൻ്റെ മകന് വേണ്ടി ബലി കഴിക്കുകയാണ്. കണ്ടോ, എത്ര അധികമായ സ്നേഹമാണ്. തനിക്കുള്ളത് തൻ്റെ മകനും കൂടി അവകാശപ്പെട്ടതാണെന്നുള്ള ബോധ്യത്തിൽ അപ്പൻ കൊഴുത്ത ആളക്കുട്ടിയെ കൊന്ന് വലിയൊരു വിരുന്നൊരുക്കി. ആ വിരുന്നിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ വിരുന്നൊരുക്കിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ ധൂർത്തനായ മടങ്ങി വന്ന ഈ മകന് വേണ്ടിയിട്ടാണ് വിരുന്നൊരുക്കിയത്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ സഭയിൽ ഈ വിരുന്ന് ഇന്നും നടക്കുന്നുണ്ട്. ആ വിരുന്നിൻ്റെ പേരാണ് വിശുദ്ധ കുർബാന. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടു പോയ എനിക്കും നിനക്കും വേണ്ടി തൻ്റെ ദൈവം ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, എൻ്റെ രണ്ടാമത്തെ വരവ് വരെയും നിങ്ങളത് അനുഭവിക്കണം. ഞാൻ നിങ്ങളിൽ വസിക്കുവാൻ, ഞാൻ നിങ്ങളിൽ ജീവിക്കുവാൻ, നിങ്ങൾ എന്നിൽ ജീവിക്കുവാനും ഈ വിശുദ്ധ കുർബാന നിങ്ങൾ അനുഭവിക്കണം. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായിട്ടുള്ളതാണ്. ഈ വിരുന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ വിരുന്ന് അനുഭവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? ഈ വിരുന്നിൽ പങ്കുകാരാകുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഇതാ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമെങ്കിലും നമ്മൾ തിരസ്കരിച്ചു പോകുന്ന ഒന്നാണ് വിശുദ്ധ കുർബാന അനുഭവം. വിശുദ്ധ കുർബാനയിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിനെ തിരസ്കരിക്കുന്നതിന് തുല്യമാണ് വിശുദ്ധ കുർബാന അനുഭവിക്കാതെ പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓരോ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും സാധിക്കുന്ന അത്രയും വിശുദ്ധ കുർബാനയിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. ഈ അടുത്തിടയിൽ പരിശുദ്ധ പാത്രിക്കീസ് ബാവ, അഫ്രന്തീയ പാത്രിക്കീസ് ബാവ നടത്തിയ ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട്, പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് വിശുദ്ധ കുർബാന വർഷത്തിൽ ഒരിക്കൽ അനുഭവിച്ചാൽ മതി, അല്ലെങ്കിൽ 40 ദിവസത്തിൽ ഒരിക്കൽ മാത്രം അനുഭവിച്ചാൽ മതി എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്ന് ബാവ പറയുകയാണ്. ബാവ പറഞ്ഞു, അങ്ങനെയല്ല, ഇതൊരു വിരുന്നാണ്. ഈ വിരുന്ന് എല്ലാവരും ആ വിരുന്ന് നടത്തപ്പെടുന്ന സമയത്ത് മുഴുവനും അനുഭവിക്കേണ്ടതാണ് എന്ന് ബാവ പറയുകയാണ്. നമ്മുടെ സഭയുടെ തലവൻ പത്രോസിന് പിൻഗാമി പറയുകയാണ്, ഈ വിശുദ്ധ കുർബാന എല്ലായ്പ്പോഴും നമ്മൾ അനുഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വിരുന്നിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കണം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം തിരുവചനം, ഞാനാണ് നിൻ്റെ ദൈവം. ഏലിയാവിനെ പോലെ, അബ്രഹാമിനെ പോലെ ആ ദൈവത്തെ ഒന്ന് സ്നേഹിക്കുവാൻ, ആ ദൈവത്തെ സ്നേഹിച്ച് ആ ദൈവത്തെ കൂടുതലായിട്ട് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്കണ്ഠകളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ വിലാപങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ നൈരാശ്യങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളിലെല്ലാം ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും എനിക്കെൻ്റെ ദൈവമുണ്ടെന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പലപ്പോഴും മനുഷ്യരിലാണ് ആശ്രയിക്കുന്നത്, മനുഷ്യരിലാണ് അഭയം തേടുന്നത്. എന്നെ എൻ്റെ അപ്പൻ നോക്കിക്കോളും, എൻ്റെ അമ്മ നോക്കിക്കോളും, എൻ്റെ ജീവിത പങ്കാളി നോക്കും, എൻ്റെ മക്കൾ നോക്കും എന്നെല്ലാം പ്രതീക്ഷിച്ച് നമ്മളായിരിക്കുകയാണ്. പ്രിയമുള്ളവർ, ഇതെല്ലാം നഷ്ടസ്വപ്നങ്ങളാണ്. സങ്കീർത്തന പുസ്തകം
27 അധ്യായം 10 തിരുവചന ഭാഗത്ത് പറയുന്നുണ്ട്, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. ഈ ലോക ജീവിതത്തിൽ നിന്നെ മെനഞ്ഞ, നിന്നെ സൃഷ്ടിച്ച, നിന്നെ പ്രസവിച്ച ഒരേ ഒരു കർത്താവ്, അവന് മാത്രമേ നീയുമായിട്ട് ബന്ധമുള്ളൂ. അവന് മാത്രമേ നിൻ്റെ ഏകാന്തതകളിൽ നിനക്ക് സന്തോഷത്തെ, നവജീവനെ പകരുവാൻ, ആശ്വാസം പകരുവാൻ അവന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകത്തെയെല്ലാം ഉപേക്ഷിച്ച്, ലോകത്തിൻ്റെ ലൗകിക ചിന്തകളെല്ലാം വിട്ട് ദൈവവിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ കാണുവാൻ, വിശ്വസിക്കുവാൻ, സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ഏലിയാവിനെ പോലെ തീക്ഷ്ണതയുള്ളവനായി തീരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അബ്രഹാമിനെ പോലെ വിശ്വാസികളുടെ പിതാവായി തീരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സ്ലീഹന്മാരെ പോലെ തൻ്റെ കഴുത്തിൽ വാളിനെ വെച്ചിട്ട് കർത്താവിനെ തള്ളിപ്പറയാൻ പറയുമ്പോൾ, എൻ്റെ കർത്താവിനെ എൻ്റെ നാഥനും രക്ഷകനുമായി ഞാൻ സ്വീകരിക്കുന്നു, അവനെ ഞാൻ തള്ളിപ്പറയുകയില്ല എന്ന് പറയുവാനുള്ള ആർജവത്വം, ആ വിശ്വാസം, ആ ദൈവത്തോടുള്ള സ്നേഹം കാണിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമെങ്കിൽ മാത്രമാണ് ഒരു ക്രിസ്ത്യാനി എന്ന വിളിപ്പേരിന് നമ്മൾ യഥാർത്ഥമായി യോഗ്യരായി തീരുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സങ്കടങ്ങൾക്ക്, വിലാപങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ദൈവത്തിൽ അഭയം പ്രാപിക്കാം, വിശുദ്ധ കുർബാനയിൽ അഭയം പ്രാപിക്കാം. ആ വലിയ വിരുന്നിൽ നമ്മുടെ ദൈവം എഴുന്നള്ളി വന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നുള്ള വലിയ പ്രത്യാശയുടെ വചനം, ഈ വചനഭാഗം കേൾക്കുന്നതിലൂടെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് ഉജ്ജ്വലിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പൂർണ്ണ പരിപൂർണമാക്കുന്ന പരിശുദ്ധ രൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും ഇന്നും എന്നാൾ ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. Maria.